അതിനെ പിടിക്കൂ. ഒരു കാരണവശാലും അത് രക്ഷപ്പെടാൻ പാടില്ല. എന്തുപറ്റി? ആ മുയൽ എവിടേക്കാണ് പോയത്? ഇതൊരു പക്ഷിയൊന്നുമല്ല, മറിച്ചത് ജോഡിലെയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് നമുക്കിവളെ വധിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നങ്ങനെ സംഭവിക്കില്ല. എന്ത്? വൈദ്യന്മാരുടെ അധികാരി കിരാതനാണല്ലോ ഇത്. ഇവന്റെ പുത്രനെയാണ് നാം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നാം നമ്മുടെ പ്രതികാരം നിർവഹിക്കും. നീ വൈദ്യന്മാരുടെ അധികാരിയായ കിരാതനല്ലേ? നിന്റെ പുത്രൻ എവിടെയാണ്? അവനെ വിളിച്ചു വരുത്തൂ. അവനെ ബന്ദിയാക്കണമെന്ന് മഹാരാജൻ ആജ്ഞാപിച്ചിരിക്കുന്നു. ചന്തയിൽ വെച്ച് അവൻ രാജകുമാരിയുടെ അപമര്യാദ കാണിച്ചിരിക്കുകയാണ്. അസത്യം പറയരുത്. നമ്മുടെ പുത്രൻ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ല. ഒരിക്കലും ചെയ്യില്ല. ഒരിക്കലും അവൻ അത് ചെയ്യില്ല. സൂക്ഷിച്ചോളൂ മായാവിനി. നീ ജോഡിലെയാണെന്ന് നമുക്ക് നന്നായി അറിയാം. നീ ഒന്നോർത്തോളൂ, നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ നിനക്ക് സാധിക്കില്ല. സത്യം, നീ എന്നെ ശരിക്കും തിരിച്ചറിഞ്ഞു. ഇനി നാം നിന്നെ വധിച്ച് നിന്റെ പുത്രനെ നമ്മുടെ ഒപ്പം നാം കൊണ്ടുപോകും. ശബ്ദിക്കരുത് പിശാചേ, ശബ്ദിക്കരുത്. ജീവനേക്കാൾ പ്രിയപ്പെട്ട നമ്മുടെ പുത്രന്റെ നേർക്ക് കണ്ണുയർത്തി നോക്കിയാൽ നാം നിന്റെ ആ കണ്ണുകൾ പിഴുതെടുക്കും. സഹോദര, രൂപനഗരത്തിലെ രാജഭടൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഓടിപ്പോകൂ, ഇവിടെ നിന്നും രക്ഷപ്പെടാൻ. ആരും ഇവിടെ നിൽക്കരുത്. പിതാശ്രീ! അപ്പോൾ ഇതാണ് അധികാരിയുടെ പുത്രൻ. ഇവനെയാണ് നാം ഇത്ര കാലമായി തിരഞ്ഞുകൊണ്ടിരുന്നത്. പിതാശ്രീ, 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 അങ്ങയ്ക്കൊന്നും സംഭവിക്കില്ല. നാം എത്തിക്കഴിഞ്ഞു. അങ്ങയ്ക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ നാം അനുവദിക്കുകയില്ല. അങ്ങ് ആശങ്കപ്പെടേണ്ട പിതാശ്രീ. പിതാശ്രീ, അങ്ങ് ഭയപ്പെടേണ്ട. അങ്ങയ്ക്കൊന്നും സംഭവിക്കില്ല. നാം പിതാശ്രീയുടെ അടുത്ത് തന്നെയുണ്ട്. അങ്ങ് ഭയപ്പെടാതിരിക്കൂ. ഇല്ല പിതാശ്രീ, ഒന്നും സംഭവിക്കില്ല. ഭയപ്പെടാതിരിക്കൂ. നാം അടുത്ത് തന്നെയുണ്ട്. എന്താ? എന്തു പറ്റി? ജലം വേണോ പിതാശ്രീ? നാം ഇപ്പൊ കൊണ്ടുവരാം. ആരെങ്കിലും ജലം കൊണ്ടുവരൂ. വേഗമാവട്ടെ. വേഗം കൊണ്ടുവരൂ പിതാശ്രീ. ഇങ്ങ് തരൂ. പിതാശ്രീ, പിതാശ്രീ!